അദാനി കോഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 5-ാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി വിഷയത്തിൽ തുടർച്ചയായി 5-ാം ദിവസവും പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ആദ്യ നിമിഷം മുതൽ തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. माननीय सदस्यगणों, प्रश्नकाल आपका समय है. मैं आग्रह करता हूं कि प्रश्नकाल को आप चलने दें. രാജ്യസഭയിൽ അദാനി, സംഭൽ മണിപ്പൂർ സംഘർഷം, വയനാട് കേന്ദ്ര സഹായം അടക്കമുള്ള വിഷയങ്ങളിൽ ചട്ടം 267 അനുസരിച്ച് നൽകിയ നോട്ടീസുകൾ തള്ളിയതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഒന്നും സഭാരേഖകൾ ഉണ്ടാകില്ലെന്നും ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും ചെയർമാൻ ജഗ്ദീപ് ധങ്കർ. is a spectacle to people's absolute distress. Nothing is going on before. Nothing is going on before. വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും നാളെ വരെ പിരിഞ്ഞു. അദാനി വിഷയത്തിൽ സഭ സ്തംഭിക്കുന്നതിൽ ഇന്ത്യ സഖ്യത്തിലും കോൺഗ്രസിലും ഭിന്നാഭിപ്രായമുണ്ട്. ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നു. ശൂന്യവേളയും ചോദ്യോത്തരവേളയും പ്രയോജനപ്പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കണമെന്ന് കോൺഗ്രസിലെ ചില അംഗങ്ങൾക്ക് അഭിപ്രായമുണ്ട്. സർക്കാർ മൗനം തുടരുന്നിടത്തോളം പ്രതിഷേധം തുടരാമെന്നാണ് മുതിർന്ന അംഗങ്ങളുടെ നിലപാട്. പ്രതിപക്ഷം പ്രതിഷേധം തുടരുമ്പോൾ മറുതന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ യോഗം ചേർന്നു. 24 ഡൽഹി.